സോറി മാഡം. പോവാണ് ഞങ്ങൾ പോവാണേ. അതിലും തല്ലുപിടുത്തോ. ഇവിടെയൊക്കെ മഴയും കൂടെ പെയ്യാണെങ്കിൽ ഉണ്ടല്ലോ, ഓ ഒരു ചായ എടുത്തതാ ഇമ്രപ്പടിയിൽ ഇങ്ങനെ വന്നിരിക്കണം. നമ്മൾ ഇന്നലെ മുകളിൽ കയറിയില്ലേ, ടെറസിന്റെ മുകളില്. അന്നേരം ഒരു കാറ്റും കൂടെ അടിച്ചു. ഇവിടുന്ന് പറന്ന് വന്നല്ലേ. അത് പറന്ന് ഇവിടെ വന്ന് നീ കണ്ടോ? പിന്നെ ലൈവായിട്ട് ഞാൻ ഇതെന്താ ഇവിടെ കൃഷി? മുളകാണല്ലോ. മുളക്, മുരിങ്ങക്കായ്. ഇതൊരു മീറ്റർ നീളം ഉണ്ടാവും. ഇതാണ് നമ്മൾ ഇവന്റെ പരിപാടിക്ക് പോയപ്പോ കണ്ട. രാവിലെ അവിടെ അപ്പുറത്തെ വീട്ടുകാർക്ക് എന്താ പരിപാടി നോക്കട്ടെ. രാവിലെ തന്നെ ഒരു അപ്പൂപ്പൻ എന്താണ് തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മ, രണ്ട് അമ്മൂമ്മമാരും ഉണ്ട്. അവരുടെ കയ്യിൽ കുറേ ഇലയൊക്കെ ഉണ്ട്. അത് കറി വെക്കാനായിരിക്കും. What is the name of this dog? I don't know. That Dora? Dora? I don't know. Hi. Hello. Daddy. Pa. Where? Wait. ഫിലിപ്പീൻസിലെ വീടുകളും പരിസരങ്ങളും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹംസക്കൻ്റെ വീടാണിത് കാണുന്നത്. രാവിലെ തന്നെ ഹംസക്ക പുറത്തേക്ക് വരും. ഗുഡ് മോർണിംഗ് ഹംസക്ക. മോർണിംഗ്. എന്താ അവളെ പേരെന്താ? ഡാന. Stay with uncle. Good morning, daddy. I'm with Uncle Amsa. You tell I'm with Uncle Amsa. Good morning. Hi, good morning. എന്താ കൊറേ ഇലയൊക്കെ പറിച്ചിട്ടുണ്ടോ? അത് പിന്നെ അത് ഞങ്ങളും കുടിക്കാറുണ്ട്. അത് പിന്നെ how's your children? Okay. How's your wedding? Okay. ഇതിൽ പറയുന്നുണ്ടല്ലോ, എന്താ പറയാ, നമ്മളെ വാപ്പാരെ ചേട്ടൻ അഞ്ചന്മാർ മക്കൾ അങ്ങനെ അവരൊക്കെ അതാ. ഈ വീട് പിന്നെ അതുമായിട്ട് തൊട്ടപ്പുറത്തെ വീട്, ഈ വീട് അതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്, അതൊക്കെ ഒരു ഫാമിലിയാണ്. കാരണം ഇവരൊക്കെ എൻ്റെ ഭാര്യയുടെ ഭാര്യയും ഇവരും ജ്യേഷ്ഠനും അനിയനും, അതും ചേട്ടനാണ്, ഇതും ചേട്ടനാണ്. അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു, അത് 2 പെണ്ണും 3 ആണുങ്ങളും. അതിൽ പിന്നെ 3 ആളെ ഞാൻ കണ്ടു, 2 പേര് ഞാൻ കണ്ടിട്ടില്ല. ഇതെന്താ? ഇതാണ് ഈത്തപ്പഴം. ഈത്തപ്പഴാണിത്? ശരി. ഇത് എവിടുന്ന് കിട്ടി? ഞാൻ പിന്നെ ഞങ്ങള് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഉണ്ടായപ്പോ ഇങ്ങനെ മുളച്ചുണ്ടായതാണ്, സാധാ മുളച്ചുണ്ടായ. 2 എണ്ണം ഉണ്ടായിരുന്നു, 1 എണ്ണം അവിടെ ഇതായിപ്പോയി. പിന്നെ ചായ കുടിക്കാൻ ഇത് തെങ്ങറിയാ? ഇതെന്താ സാധനം എന്നറിയോ? അത് മറ്റേ എന്താണ്, മൾബെറി. അങ്ങനെ ഇത് തായ്ലൻഡ് മാംഗോ ആണ്. ഇതിപ്പോ അടുത്ത വർഷം എന്തായാലും ഇതിമ്മ കായ ഉണ്ടാവും തോന്നുന്നു. ശരി. ഇത് ഹംസക്കന്റെ കട കേട്ടോ, അപ്പുറത്ത്. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്താണ്. എന്താണ് ഇത് എന്താണ് നമ്മൾ പറയാ, ഗോബ, അടക്കാപ്പഴം, എന്താ പറയാ, പേരക്ക. ഇത് ഞാൻ ഗ്രാഫ് ചെയ്താണ്. ഇത് ഇതായിട്ട് വന്നു. അതിന് അത് കുറച്ച് കഴിഞ്ഞാൽ വലുതാവട്ടെ. ഇതെന്ത് സൈഡിലൊക്കെ വെച്ചുപിടിപ്പിച്ചെന്താ? ഇത് വെണ്ടക്ക. ഇത് ഈ പൊന്തിക്കണ? ഇതിനൊരു സൈസ്, ഈ ഇലക്കൊരു സൈസ് ഇതിങ്ങനെ ചുരുണ്ടു വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് പുതിയ ഇല ആയിട്ട് വരും ഇതിന്. അപ്പൊ ഇത് നന്നാവും. ഇപ്പൊ ഞങ്ങൾ കുറച്ച് വിളവ് എടുത്തു കിട്ടോ, കുറച്ചൊക്കെ എടുത്ത്. ഇത് വഴുതനങ്ങ. ഇതിന് എന്താണ് പ്രശ്നം? ഇതേമാതിരി തന്നെ ഈ ഒരു സൈസ് പുഴുക്കൾ ഉണ്ടല്ലോ. ഞാനിപ്പോ അതിന്റെ ഇത് കണ്ടെന്നീ ഒരു വെളുത്തത്, ഇത് ഭയങ്കര ഡേഞ്ചറാണ്. മറ്റുള്ള ഇതിനെക്കാട്ടിലും ഡേഞ്ചറസ് ആണ് ഈ വെളുത്ത പുഴു.
പിന്നെ ഇതുണ്ടല്ലോ നമ്മളെ നാട്ടില് മത്തൻ മുളക് എന്ന് പറയും. അത് അങ്ങനെ. ഇതെന്ത് ചെടിയാ? ഇത് പിന്നെ റംബുട്ടാൻ. ആ, ഇത് കൊറേ വെച്ച് പിടിപ്പിക്കും. കൊറേ ഉണ്ടായിരുന്നു. ഒക്കെ ഞങ്ങളിവിടെ ഇവിടുന്ന് ദുബായി പോയ സമയത്ത് എന്താ പറയുന്നത്, ഈ അബുദാബി പോയ സമയത്ത് ഇതൊക്കെ ഇത് ഇന്നലത്തെ ആ കാറ്റത്ത് പറന്നു വന്നാ. അവിടുന്നിട്ട് അങ്ങനെ രാത്രി കാറ്റുണ്ടായിരുന്നു. അല്ല, നമ്മൾ ഇന്നലെ മുകളിൽ കയറിയില്ലേ, ടെറസിന്റെ മുകളില്. അന്നേരം ഒരു കാറ്റും കൂടെ അടിച്ചു. ഇവിടുന്ന് പറന്നു വന്നല്ലേ. അത് പറന്ന് ഇവിടെ വന്ന് ഷീറ്റ്. നീ കണ്ടോ? പിന്നെ ലൈവായിട്ട് ഞാൻ കണ്ടല്ലേ. ഞാൻ ഇവിടുന്നാണ് ഷീറ്റ് പറഞ്ഞല്ലേ. ഇതാണ് ഇതിനെന്താ പറയാന്നറിയ എനിക്ക്? ഇത് വരെ മധുരക്കിഴങ്ങല്ലേ? ഇത് മധുരക്കിഴങ്ങല്ല. അല്ലല്ല, ഇത് കങ്കുങ് എന്ന് പറയും. മറ്റേ ഈ കറിയിലൊക്കെ ഇടുന്നല്ലേ. ഇത് അതാണ് കഞ്ഞിക്കുറുക്കയുടെ ഇല. പനിക്കൂർക്ക. ഈ കഞ്ഞിക്കുറുക്കയുടെ ഇലക്ക് എന്താ ഒരു പ്രത്യേകത എന്ന് പറയുന്ന അറിയാം എനിക്ക്? ഇതിന്റെ മുകളില് പുഴുക്കളോ മറ്റുള്ള സാധനങ്ങളോ അതൊന്നും വന്നിരിക്കൂല. ഇതിന്റെ ഒരു കമ്പ് എനിക്ക് തരാണ്ട്. അവിടെ ഉണ്ട് ഇഷ്ടം പോലെ. നീ ഒരു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ, 150 രൂപ ഒരു ചെടിക്ക്. അതാ അവിടെ ഒരു പാട്ടുണ്ട്, അത് കൊണ്ടുപോയാൽ മതി. അത് അങ്ങനെ കൊണ്ടുപോയാൽ മതി. പാട്ട് 150 രൂപ. ഒരു തുളസി ചെടിക്ക് 150, ഈ പനിക്കൂർക്ക് 150. അനുക്ക ബി കെയർഫുൾ. അനുസ നീ ഇറങ്ങിക്ക. ഇത് കണ്ടോ, ഇതാണ് മഞ്ഞള്. ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ വലുതാവും. മഞ്ഞൾ ചെടിയാണ്. ഇത് ഞങ്ങൾ ഒരു വർഷം ഞങ്ങക്ക് വെള്ളം കുടി. ഇതും ഈ കഞ്ഞിക്കുറുക്കയുടെ ഇലയും ഈ പച്ചമഞ്ഞളും ഇതും ഒരു ഞാൻ പറഞ്ഞില്ല, ഞാൻ ഗ്രാഫ് ചെയ്താണ്. ഇതും വരുന്നുണ്ട്. പേരക്കാൻ കരിഞ്ഞു പോയോ? ഇല്ല, അത് ഗ്രാഫ് ചെയ്ത ഭാഗം. മറ്റേ ഭാഗം കരിഞ്ഞു പോകും, പൊന്തി വരും. ഞാൻ കറക്റ്റ് ആയിട്ടൊന്നല്ല, എനിക്ക് ഗ്രാഫ് ചെയ്യാറ്. ഞാൻ ഈ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇതാക്കുന്നതാണ്. ഇതാണ് കങ്കും എന്ന് പറയുന്നത്. കങ്കും ഇതുവരെ ഈ നമ്മൾ ഈ ചീരൊക്കെ ഇവര് മറ്റേ പല ഈ സിനിഗാങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത്. ഇത് നമ്മളെ ടൊമാറ്റോ. ഇത് കണ്ട നീ, ഈ മഞ്ഞൾ ഇതിന്റെ അടിയിൽ മുളച്ചു വരുന്നുണ്ടോ? ഇത് മഞ്ഞള് ഇത് മുളച്ചു വരികയാണ്, ഇങ്ങനെ മുളച്ചു വരുക. പിന്നെ ഞാൻ ഇതൊക്കെ ഇപ്പൊ എങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്ന പറയുന്ന ഈ ഇതൊക്കെ മോണി ഇതെങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്ന ഇതെങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്ന അറിയോ? ഇത് നമ്മൾ കുഴിച്ചിടുമ്പോ ഇതിപ്പോ നമ്മൾ കുറച്ച് വലുതായിട്ട് ഇതിന്റെ അടിയത്തെ നീളത്തിലുള്ള വേരുണ്ടല്ലോ, അത് നമ്മളങ്ങ് കട്ട് ചെയ്താണ്. എന്നിട്ട് നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ കുഴിച്ചിട്ടാല് ഇത് കൂടുതൽ വലുതാവില്ല. ഇപ്പൊ ഇതുമാതിരി തന്നെ ഇതൊക്കെ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ് അതിമൊക്കെ ഇഷ്ടം പോലെ പിടിക്കും. പിന്നെ ഇത് നമ്മളെ നാടൻ പേരക്ക, ചെറുത്, നല്ലോണം പൂവിട്ടുണ്ട്. ചെറുത് ഞാൻ ഇഷ്ടം പോലെ വിട്ടുന്നു, ചെറുതാ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെ ഉണ്ട്? ഇവിടുന്നാണ് ആ സാധനം പറഞ്ഞത്. ഇവിടുന്നാണ് പറഞ്ഞത്. നീ കണ്ടില്ലേ ഷീറ്റ് പറഞ്ഞു പോയത്? നീ ഇല്ലേ ഇപ്പൊ? അത്ര കാറ്റുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നൊരു കാറ്റും മഴ ഇങ്ങോട്ട് വന്നതാ. ഇതറിയോ ഈ സാധനം അറിയോ? അനുഷ, നീ ഒറ്റക്ക് അവിടുന്ന് ഇവിടെ ഇറങ്ങിക്ക. നീ അനുവാസ് ഇറങ്ങിയ നീയാണ് ഭയങ്കര പ്രശ്നക്കാരി. എന്നാ ഇത് മാമി കൊണ്ട് കൊടുക്കുക അവിടെ. വീട്ടു മാമി നല്ല അനുസരണ. അനിക, ഇതിനെന്താ നാട്ടിൽ പറയാവനെ? സീതപ്പഴം. അതെ, സീതപ്പഴം നല്ല. നിന്റെ അവിടെ എന്താ പറയാ? ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ അതിമുണ്ട്, ആ സാധനത്തുമുണ്ടായിരുന്ന സമയത്ത് അനുഷ്ക ദാറ്റ് ഈസ് വെരി ഡേർട്ടി. അല്ലടാ, ഇതിനെന്താ പറയാ? നിങ്ങളുടെ അവിടെ എന്താ പറയാ? സീതപ്പഴം തന്നെയല്ലോ പറയാ. അങ്ങനെ ഇതുണ്ടാകുന്നത്. ഇതാണ് ഞാൻ പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഈ മുരിങ്ങക്കായ്. ഇതൊരു മീറ്റർ നീളം ഉണ്ടാവും. ഇതാണ് നമ്മളെ ഇവന്റെ പരിപാടിക്ക് പോയപ്പോ കണ്ടേ. എടാ, ഈ വടിന്റെ അത്ര ഉണ്ടാവും. ഇതേ നീളം ഉണ്ടാവും.
ഒത്തിരി നീളം ഉണ്ടാവും. ആ അത് ഇത് മുളക്കുന്നുണ്ടോ നോക്കാൻ കേട്ടോ. മുളക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? ഇത് പിന്നെ റെഡി അല്ലേ? എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കിയാണ്. പക്ഷെ മുളക്കുന്നുണ്ട് കേട്ടോ. മുളകൊട്ടുന്നുണ്ട്. ഇതേ ഒരു മഞ്ഞ കളറിലുള്ള ഒരു കപ്പുണ്ടല്ലോ. നല്ല പൊടിയില്ലേ? ഇതാണ് ഞങ്ങൾ ഇവിടെ കച്ചറക്ക് ഉപയോഗിക്കാനുള്ള സാധനം. ഇതിങ്ങനെ ഇപ്പൊ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാല് ഇപ്പൊ ഇത് കുറെ മൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്ത് ഞങ്ങള് മണ്ണിട്ടങ്ങ് മൂടി. ഇല്ല വേനൽക്കാലം ആണെങ്കിൽ ഇത് കത്തിക്കും. അല്ല ഈ പ്ലാസ്റ്റിക് കൊണ്ട് നമ്മളെ പറങ്കയിന് ഇവിടെ ആളൊന്നും വരൂല. ഇല്ലല്ല അങ്ങനത്തെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. നാട്ടിലൊക്കെ. പിന്നെ ചക്ക ഉണ്ടെന്ന് നമ്മളെ ഞാൻ കണ്ട് നല്ല ചക്കയാണ്. പക്ഷെ ഒത്തിരി വലുതാവും. ഹംസക്കന്റെ താറാവ്. എന്താ ഇവരെ താറാവിന്റെ പേരെന്താ? റൊണാൾഡോ. ഒബാമ റൊണാൾഡോ. ചക്ക ഒന്നും പറയാനില്ല. കിടിലൻ ചക്ക ഇഷ്ടംമാരുണ്ട്. കൊറേ ഉണ്ടായിരുന്നു. കൊറേ ഞാൻ വിറ്റു. ഒരു 500 രൂപക്ക് വിറ്റു. ഒരു ചക്ക 500? അല്ല, മൊത്തത്തില് ഞാൻ അത് ആ പൈസ ഞാൻ ചർച്ചിലേക്ക് കൊടുത്തു. 5 ചോള ഞാൻ വാങ്ങിയതാ 50 പേസോസ്. അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വേണ്ട. ഞങ്ങൾ അതിന് കിട്ടുന്ന പൈസ ഞാൻ ചർച്ചിലേക്ക് ഡൊണേറ്റ് ചെയ്തു. അങ്ങനെ. ഇതാണ് തായ്ലൻഡ് മാംഗോ എന്ന് പറയുന്നത്. ഇത് അടുത്ത വർഷം എന്തായാലും ഇതിമൊക്കെ കായ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് കണ്ട നീ, ഇത് ഞാൻ ഒരു രസം കാണിച്ചു തരാം. ഇത് ഒറിജിനൽ ലെമൺ. അതിന്റെ ബാക്ക് സൈഡിൽ നീ കണ്ടോ? ബാക്ക് സൈഡിൽ കണ്ട്. ഇതൊക്കെ മഞ്ഞളാണ് കേട്ടോ. ഇവിടെ കഞ്ഞി താന കുഴിച്ചുണ്ടാവും. താന പൊന്തി വരും. ഇത് നമ്മൾ ഓൾറെഡി എടുത്ത് ഹാർവെസ്റ്റ് ചെയ്ത്. ഇതുമായിരിക്കും ഒരു ഗ്രാഫ്റ്റ് ആണ്. കാരണം എന്താ, ഇതിന്റെ പകുതി ഇങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് മണ്ണും ഇതും വെച്ച് കഴിഞ്ഞാല് ഇതിലേക്ക് വേര് വരും. എന്നിട്ട് ഇതിന്റെ അടിയിൽ അങ്ങ് മുറിച്ചിട്ട് കുഴിച്ചിട്ടാ മതി. ആ വേര് വരുന്ന സമയത്ത് നല്ല മഴ ചെയ്തിട്ട പരിപാടിയല്ലേ? വേര് വരും. എനിക്ക് തോന്നുന്നത് ഉണ്ടാവുന്നതാണ്. ഇന്നലെ പിടിച്ചു തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സംശയമുണ്ട്. പക്ഷെ ഉണ്ടായ അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഈ പഴത്തിനാണ് ഇവിടെ സഭ എന്ന് പറയുന്നത്. സഭ? അത് നമ്മളെ നാട്ടിൽ വലിയ കായ്. അത് നമ്മൾ പുഴുങ്ങിയിട്ട് തിന്നാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മറ്റേ അന്നജം കൂടുതലുള്ള. അതെ, ചെറിയ പഴല്ലേ? അല്ല, ഇത്ര ഉണ്ടാവും. ചിലത് നല്ല വലുപ്പം, നല്ല കട്ടിയൊക്കെ ഉണ്ടാവും. വണ്ണുള്ള നമ്മളെ നേന്ത്രപ്പഴത്തിന്റെ അതേ ഇതിൽ ചെയ്യുന്ന പരിപാടി. കഴിഞ്ഞാല് ഈ മുരിങ്ങക്കായ ഇല്ലോടത്ത് പുല്ല് വരെ മുളക്കില്ല. മറ്റുള്ള മരങ്ങൾക്കൊക്കെ ശല്യാണ്. എല്ലാം വള എടുക്കുന്നതല്ല. അതിനെന്തോ എനിക്കറിയില്ല. അതെന്തോ ഇപ്പൊ ഞാൻ അവിടെ ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു. ഈ വലുത് തന്നെ. അവിടെ ആ വാഴ ഒരു വാഴ കൊലച്ചതല്ല, മുള പൊട്ടിയിരിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടാ മതി. ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? ഡ്രാഗൺ ഫ്രൂട്ട്സ്. ഇത് എന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടിട്ട് ഇതുമാർക്ക് ടയർ വെച്ച് കൊടുത്തു കഴിഞ്ഞാല് നല്ല പതുക്കെ വാനുസാ. റയാൻ, ബി കെയർഫുൾ. Lot of stone. So much, Daddy. Ryan, this way. You come this way. Ryan, what is this? You know? Mushroom. What is that? ഇത് ഞാൻ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യും. കാരണം എന്താ പറയുക, ഇത് കാരണം ഇത് കണ്ടെന്ന് ഈ വാഴക്കുല ഉണ്ടോ വളരെ ചെറുതായിട്ട് വരുന്ന. ഇല്ലല്ലോ, അത് 1 വർഷം 2 വർഷമായിട്ടേ ഉള്ളൂ. 2 വർഷം ഇത്ര വണ്ണം വെക്കും? പിന്നെ ഇതിങ്ങനെ ഞാൻ പിന്നെ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുക. അത് ഇവിടെ ഇട്ടിട്ട് ഇപ്പൊ നല്ല ചൂടുള്ള സമയത്ത് ഇതിന് തീ കൊടുത്ത ഇത് അവിടെ 2 വളരുന്നുണ്ട്. അതന്നെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. അതിപ്പോ അടുത്ത കൊല്ലം കഴിയുമ്പോഴേക്കും അത് വലുതായിട്ട് അതിന്മേൽ തന്നെ കായ ഉണ്ടാവും. ആ സീസൺ വരുന്ന സമയത്ത് അതിൽ തന്നെ കായ ഉണ്ടാവും. ഈ കായ തിന്നാൻ പറ്റുമോ ഈ മരത്തിന്റെ? ഏതിന്റെ? ഈ സാധനം? ഇല്ലല്ല, അത് പേപ്പർ ട്രീ ആണ്. അത് ഈ പിന്നെ മരത്തിന് ഈ ഫർണിച്ചറിന് ഉപയോഗിക്കുന്ന സാധനമാണ്. അങ്ങനെ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ.
ഇത് കണ്ടെന്ന് ഇത് വെട്ടിയിട്ട് ഞാൻ ഇത് ഇട്ടാണ് ആ മുരിങ്ങക്കായലൊക്കെ തിളച്ചു വരുന്നുണ്ട്. മുരിങ്ങ എങ്ങനെ മുറിച്ചിട്ടാലും ഉണ്ടാവും. ഉണ്ടാവും. ഇപ്പൊ എന്റെ ഈ വാഴയൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഇതൊക്കെ കൊലച്ചു വരുന്നുണ്ട്. ഇതൊക്കെ കൊലച്ചു വന്നിട്ട് ഇപ്പൊ എല്ലാറ്റിനും കൂമ്പ് വരാൻ തുടങ്ങി. ഇതും റംബുട്ടാനാണ്. ഇത് റംബുട്ടാനല്ല പറയുന്നത്, നമ്മുടെ അവക്കാഡോ. Yes, baby. Slowly, be careful. Wow, flower. How so beautiful. അതിലും തല്ലുപിടുത്തോ? അനിക, say something about the flower. Ryan. It's not big. Okay. Say something about the flower. Okay. Ryan, flower. Say something. No. Wow, beautiful flower. That's only. Yeah, that's only. Where are you going? Just go here only. What you do? Mango? Finding mango? Finding Yeah. mango? Finding mango. Finding mango? Baba. Come slowly. Be careful, I want to fight. ഞാൻ ഇതിന്റെ ഈ കൂമ്പുണ്ടല്ലോ, വാഴയുടെ എന്തായാലും പറയാ, കൂമ്പ് തന്നെയല്ലേ? കൂമ്പ്. അത് വലുത്. ഗുഡ് മോർണിംഗ്. അതിന്റെ കുറച്ച് മുറിച്ചു കഴിഞ്ഞാലേ അത് പഴം വരുന്നതൊക്കെ നല്ല വണ്ണം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇത് ചെറുതായി ഒരു Maybe the butterfly is a devil. Don't go follow the butterfly, okay? Okay, Daddy. I will follow. പെട്ടെന്ന് ആൻസർ കിട്ടും. ഇപ്പോൾ നേരം തുടങ്ങിയതാട്ടാ. Who buy this, Daddy? ചെരുപ്പ്, കൊട, ബാഗ്. Who buy this? Anika, bubbles. Okay, let's go home. Okay, let's go. You stay here, I don't come here. Okay? You don't come here, I don't like. Wow, let's put that to light. Careful, എല്ലാം പോയി ഞാനാണല്ലോ പോയി ചാടുന്നത്. ഇങ്ങനെ വരും കേട്ടോ ഇത്. ഈ ഇതുണ്ടല്ലോ, ഈ കൂമ്പുണ്ടല്ലോ, അത് വലുതായി കഴിഞ്ഞാൽ നമുക്കൊരു 500 രൂപക്ക്. കൂമ്പ് മാത്രോ? അല്ല, അത് മൊത്തത്തില് വിറ്റാൽ 500 രൂപക്ക്. അങ്ങനെ വരുന്നത് നമുക്ക് കിട്ടുക. നമുക്ക് അങ്ങോട്ട് പോകും ഇവരെ കൂട്ടത്തിലേ. Careful, throw that. Maybe going to your eyes. അത് ഇതിന് ഒരു വിലയും കിട്ടില്ല. ഈ പഴത്തിന് ഇവിടെ വിലയില്ല. I don't fall. Come there. Come here. ക്രാസമായിരുന്നു. Sorry. അടുത്ത വർഷം നിങ്ങക്ക് ഇഷ്ടം പോലെ ഇത് കിട്ടും, റംബുട്ടാൻ. ഇതൊക്കെ ഈ 6 മാസം കൂടുമ്പോഴേക്കും ഇതൊക്കെ ഇങ്ങനെ പടർന്നു വരും. Have knife. See? ഈ വാഴയിലൊക്കെ അരുൺ, ഈ വാഴയിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കായ ഉണ്ടാവും. ഇതൊക്കെ ഈ ടൈപ്പ് അല്ലല്ല, ഇത് വേറെയാണ്. റോസ്റ്റ് വൈൻ അത് വേറെ. ഒരു 6-7 ഇതുണ്ട്. It's okay. Leave it.
നമുക്ക് അങ്ങോട്ട് പോകാൻ പക്ഷെ എന്താ പറയാ പേടിയാ എനിക്കെന്നെ പേടിയാ ഏ ആ കാട്ടിനേക്കേ ആ എന്താ പറയാ നല്ല ഷൂ ഒക്കെ വേണം. ആ ഈ രണ്ടെണ്ണം അടിപൊളി ആൾക്കാരാണ്. ഇവിടെ ഉണ്ടല്ലേ. ആ പക്ഷെ എന്റെ ഒരു കൂട്ടുകാരനായിരുന്നു പിന്നെ മൂപ്പരിപ്പോ പാരലൈസ് ആയിട്ട് കിടക്കുക. മൂപ്പര് പറയും ഫിലിപ്പീൻസിൽ The good is the brown sugar or the sharkara. Yeah. Mostly kami din kasi brown sugar kami. Medicine they're not using the white sugar. Here also, Oh. mostly sa brown. Mostly na, mula nung nalaman na nila. Oo, di ba? Dati kasi puro white, tapos biglang ano eh. I told you that before in India, you said the brown sugar is a that is not the sugar, that is ചക്കര കവർ. Mm. no, you said the brown sugar is a bad like that. No, but I just kidding you, but because I don't like the taste of the brown sugar. That's why. But here is Here, the white sugar is get the sweet. Yeah. here is Yeah, yeah. Iba ni you know here is in the Philippines. You know that tree? Yeah, yeah. Panale. പന ആ. അതിന്റെ ശർക്കര ഉണ്ടാവും. ആ അത് അത് എനിക്ക് വലിയ ഇഷ്ടല്ലേ. അതുകൊണ്ട് അത് രസം അത് നല്ല taste. നല്ലതാണ്, നല്ലതായിക്ക് പറ്റില്ലല്ലോ. അതിന് പിന്നെ സൈഡ് എഫക്ട്സ് ഇല്ല. Yung close na Spicy lang ako. Too much fries. Too much fries. Ano guys, Do one thing. Christine, ano na? അന്നുവെച്ചാ tell to Ate Vicky to shop. ഇവിടെ നിനക്ക് എന്താ ബിസിനസ് അവിടെ ഒറ്റക്ക് കേറത്ത്. It's the bowl. This one na. ശർക്കര ഉണ്ടല്ലോ അതിന്റെ കള്ളും കിട്ടും. ഒരു രസമില്ലാത്ത കള്ളാണ് പനങ്ക. ഓ എന്തൊരു കയ്പല്ല ഒരു സൈസ്. കുടിച്ചോ? പിന്നെ ചൊവ്വയാണ്. ഒരു ചൊവ്വയാണ്, ഒരു പൊടി ഇട്ടമായിരുന്നു ഒരു ചൊവ്വ. അതെ, അതാണ് അടിപൊളി. തെങ്ങുകൾ ആർക്കും കുടിക്കുക, എന്ത് രസാണ്. കരിപ്പനെന്ന് പറയുന്നത് ഇതിന് ഇതുണ്ടാകുന്നില്ല. കായ ഉണ്ടാവില്ല. കായ ഉണ്ടാവും. ഇത് ചൊറിയൂല്ലേ ശരിക്ക് ഇതിന്റെ. ചൊറി ചെയ്താല് But there is also the fruits like that, no, from coming from there in Ilocos. The പനങ്കായില്ലേ by this same the making like ചൊങ്ക്. ആ like ആ നൊങ്ക് 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 ചൊങ്ക് നൊങ്കുങ്ക. അത് എനിക്കിഷ്ടാണ്. അത് അത് കുഴപ്പമില്ല. ഇവിടെ ഇല്ല നൊങ്കില്ല. ഇവിടെ ഇല്ല. ഇവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടാവും. Ilocos. ആ അതെ. There is a food. I will show you. Wait. Hey, the one Sindhu aunty always buying you. മാംഗോസിന് വലുത്. The small like coconut. Coconut. You like always that? Makapuno. Makapuno maybe. They already removed. Yeah, yeah. In the black shell, removing 3 pieces. How? 1, 2, 3. Parang yung sabi. Ay, parang no. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പനങ്കരിക്ക്. ആ പനങ്കരിക്ക്. ജെല്ലി പോലെയല്ലേ. ആ you always buy that. Now that is expensive than coconut. Yeah. അപ്പൊ കരിക്കിനേക്കാളും വില കൂടുതൽ ആ സാധനത്തിനാണ്. ചൂട് നല്ല സാധനം പാലില്ലാത്ത. No, you are making the milk for this? No. No. കാളല്ലേ, കാളൊക്കെ ഇവിടെ കാളല്ല, ഇത് പശുവാണ്. ഇത് പശുവല്ല. ആ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്കില്ല. തനി കാട് തന്നെ കേട്ടോ. ട്രക്കിങ്ങിനൊക്കെ പോണ അതേ ഫീൽ. ഇവിടെ ഇപ്പോഴാണ് ആൾക്കാർ ഇവിടെ ഞങ്ങളെ ഹംസക്കൻ്റെ വീടിൻ്റെ അടുത്തൊരു കോഴി ഫാം ഉണ്ട്. ഇവിടെയാണെന്നാ പറഞ്ഞത്. അപ്പോൾ ആ ഫാം കാണാൻ വേണ്ടി പോവാ.
പോയി നോക്കട്ടെ. അടിപൊളി സ്ഥലം കേട്ടോ. എന്ത് രസമാണ് നോക്കി, ശാന്തം സുന്ദരം. കണ്ട കമ്മ്യൂണിസ്റ്റ് പച്ച ഫിലിപ്പീൻസിൽ. ഇത് വേറെ നാടൊന്നുമല്ല കേട്ടോ. ഇത് കറക്റ്റ് കേരളത്തിൽ നിന്ന് ഏതോ ഒരു പീസ് തെറിച്ചു പോയതാണ്. ഇത് നോക്കി വയനാട്ടിലോ അല്ലെങ്കിൽ മൂന്നാറിലോ ഏതോ നമ്മുടെ നാട്ടിൽ ഏതോ ഒരു സ്ഥലത്ത് പോയ അതേ ഫീല്, ഒരു വ്യത്യാസമില്ല. ആട് നോക്കി, കോഴിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. പോയി നോക്കട്ടെ. നമ്മളെ ഗന്ധർവരാജൻ എന്തൊക്കെ സാധനം ഇവിടെ ഇല്ലാത്ത സാധനം ഇല്ല കേട്ടോ. എന്നാല് കോഴി ഫാമാണ്. ആ കോഴി ഫാമാണ് കണ്ടോ അവിടെ. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയില്ല. എൻ്റെ അമ്മ കൊടുക്കത്തെ കരച്ചിലാണ്. എന്ത് രസമാണ് നോക്കി. ആ വീടൊക്കെ ഫുള്ളും ഒരു ചൂടോ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഇതിന്റെ മുകളിൽ കഴിഞ്ഞ് എന്റെ ചേട്ടന്റെ സ്ഥലം ഉണ്ട് അവിടെ. അതിന് മുകളിൽ കഴിഞ്ഞ് ഇറങ്ങാൻ തോന്നി. ഞാൻ ആദ്യം അവിടെ ഒരാള് കെയർ ടേക്കർ ഉണ്ടായിരുന്നു. അപ്പൊ മുമ്പ് അവിടെ വീടുണ്ടായിരുന്നു. ഇതിന്റെ ഈ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് അവിടെ ഇരിക്കുക. ഈ ചൂട് സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോകും. മരത്തിന്റെ ഒക്കെ സൈസ് നോക്കിയല്ലേ, ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവല്ലോ. നല്ല കോഴി ഉണ്ടാവല്ലേ ഇവിടെ? ലക്ഷക്കണക്കിന് കോഴിണ്ട് എനിക്ക്. We will go there and to come back. Good morning, Kumar. Sige. Good morning. Abitura kaya. Kuya, Ah, yan yung brother. they are my homeboys. They are married to Philippines. I am from Dubai. He is from India. He is living in Dubai. സൈസ് കോഴി ഇത് 3 കിലോ ഒക്കെ ഉണ്ടാവട്ടോ ഒരു കോഴി. ആ കോഴികളെ ഇവര് വില കുറച്ച് വിൽക്കുന്നേ ഈ കോഴികളെ. ഒരു അടിപൊളി സ്ഥലം നോക്കി. ഇപ്പുറത്ത് ഇങ്ങനെ പാടം. ഇത് ഭംഗിനെ നോക്കി. അങ്ങനെ പോയിട്ട് അവിടെ ഒരു റോഡിൽ ചെന്ന് മുട്ടും. അവിടുന്ന് പിന്നെ വേറെ റോഡ്. ആ റോഡ് ഇങ്ങനെ വന്നത് നമ്മളിപ്പോൾ ഹംസക്കൻ്റെ വീട്ടിലേക്ക് തന്നെ വരും. ഇതെന്ത് പഴമാണത്? പാഷൻ ഫ്രൂട്ടാ? അല്ലല്ലോ. ആണ് പാഷൻ ഫ്രൂട്ട്. ഇത് ഈ മരത്തിലല്ല ഉണ്ടാവുന്ന കേട്ടോ. അല്ല, വള്ളിയിലാ പാഷൻ ഫ്രൂട്ടാ. വള്ളിയിലുണ്ടാവുന്നത് കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. വള്ളിയിലുണ്ടാവുന്നത് എന്തോരോ സാധനം നോക്കി. പാഷൻ ഫ്രൂട്ടാണത്. ഇതിന് അടിപൊളി മധുരാട്ടോ ഈ സാധനത്തിന്. ഈ ചുവപ്പ് കപ്പലിന്റെ ഒക്കെ ഈ കയറുണ്ടല്ലോ, ഈ സാധനം കൊണ്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ അല്ല, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലം പിന്നെ ഈ പളവാൻ. ഇതൊരു കിടിലം സ്പോട്ടാട്ടോ. ഇവിടെ ഇരിക്കുക വൈകുന്നേരം വന്നിട്ട്. ഇവിടെയൊക്കെ വെള്ളം കയറുമോ? പിന്നെ ഫുള്ള് വെള്ളമായിരിക്കും. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും, ഇഷ്ടംപോലെ വെള്ളം. അപ്പൊ ഇവിടെ നാടൊക്കെ വെതറിയിട്ടിരിക്കാണ്. നമ്മളെ ഈ നെല്ലുണ്ടല്ലോ, വിത്തുണ്ടല്ലോ, വിത്ത് വെതറിയിരിക്കാണ്. ഇത് ഇപ്പൊ കണ്ടാല് ഏതോ പാലക്കാടുള്ള ഏതോ സ്ഥലന്മാരുണ്ട്. കറക്റ്റ് പൊള്ളാച്ചി പാലക്കാട്. ഇപ്പോഴാണ് ഇവിടെ വീടൊക്കെ 2 നില കെട്ടിടത്തിൽ ഇസ്രായേലിലും അവിടെ ഇവിടെ പോയിട്ട്. ഇവിടെ ഒരു കടയാണ് നോക്കി. കടയിൽ വിൽക്കുന്ന സാധനങ്ങള്, ലിക്കറ്, എല്ലാ സാധനങ്ങളും പോരാത്തതിന്. Good morning. പെട്രോൾ, ഡീസൽ. ഹായ് സർ. മോർണിംഗ്. We are taking the picture because they don't have, we don't have like this sailing in India. Yeah. Not allowed. Not allowed to Sail the gas. Okay, you sleep. Yeah, it is okay. Next time we will see you in the church. Yeah. What's your name, sir? Me? Yeah. Orlando Soriano. Orlando Orlando Soriano Soriano. is ex
Navy, right? Marine, marine. Marine. Oh, Marine. nice to meet you, sir. Yeah, Yeah, he is nice to working with my brother-in-law. They are your cousins? Yeah, no, they are from my homeboys. Yeah. From Bahrain? Bahrain and Dubai. Yeah. My sister-in-law is in the Bahrain also. Bahrain. Yeah. He's in Bahrain now. No, here in the Philippines. We take her vacation. Okay. Okay. She have children, right? The husband is Bahraini, right? Yeah. I know Just that. working in when they're in government. Okay. But is now is retired. Yeah, because she get older. You are same age? Okay. Okay, thank you. Bye, sir. Thank you. Thank you. അത് അടിപൊളി കാഴ്ചയായി. അത് ഞങ്ങളെ പിന്നെ ചർച്ച്മേറ്റാണ്. ചെറിയ തെങ്ങ്, എത്ര ഒരാളെ പൊക്കം കൂടിയില്ല. എന്തോരം തേങ്ങ നോക്കി എന്നിട്ട്. ആ എടാ ഒരു കുള്ളൻ തെങ്ങ്. അതെ. പറ്റൂല. സോറി മാഡം. പോവാണ് ഞങ്ങൾ പോവാണേ. ഇങ്ങനെ നാട്ടില് കുപ്പിയിലെ പെട്രോൾ തരൂല, പമ്പെന്ന് പോലും. കുപ്പിയിലൊന്നും തരില്ല, പമ്പിലും. ആ ക്യാന് കൊണ്ടുപോകണം. പ്ലാസ്റ്റിക് ബാഗ് കൊണ്ടുപോയിട്ട് വെച്ചാൽ 1 ലിറ്റർ പെട്രോൾ കൊണ്ടുവന്ന തരുവാണ്. പക്ഷെ ഇവിടെ അങ്ങനത്തെ റോഡ് സൈഡിൽ നീ മറ്റേ ഈ ഇതില്ലേ കിബൂങ്ങാന് മഗ്യോ കഴിഞ്ഞ് മേലോട്ട് പോയി കഴിഞ്ഞാല് ഒരു മുറി കട അവിടെ ഉണ്ടാവും, പിന്നെ പെട്രോൾ പമ്പ്. അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല, നീ കണ്ടെങ്കിൽ എത്തും. ഇവർക്ക് ഈ പെട്രോൾ പമ്പ് അറിയാനോ അതിനൊന്നും ഇവർക്ക് അറിയില്ല. ഇവർക്ക് ഏറ്റവും വലിയ ഇതെന്താണെന്ന് അറിയോ? എന്താണ് സ്നേഹിക്കുക, എന്നിട്ട് അവരെ ഒഴിവാക്കുക, കുറച്ച് ദിവസം വെക്കുക, എന്നിട്ട് അവരെ ഒഴിവാക്കുക, എന്നിട്ട് വേറെ ഒന്നിൻ്റെ വീടെ പോവുക. ഇതൊക്കെ ഇവർക്ക് നോക്കിയ സ്ഥലം നോക്കി എന്ത് ഭംഗിയില്ലേ. പാടം രാവിലെ എണീക്കുമ്പോ എന്ത് രസമായിരിക്കില്ലേ. ഇവിടെയൊക്കെ മഴയും കൂടെ പെയ്യാണെങ്കിൽ ഉണ്ടല്ലോ, ഓ ഒരു ചായ എടുത്തതാ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ വന്നിരിക്കണം. പിന്നെ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒരു ചായ പിന്നെ ആദ്യമൊക്കെ ബീറ് കൊണ്ടായിരുന്നു, ഇപ്പൊ അത് ഒഴിവാക്കിയിട്ട് കിട്ടില്ല സ്ഥലം. എന്താ ഈ സ്ഥലത്തിന് ശരിക്കും വരുന്ന പേരെന്താ ഇവിടുത്തെ സ്പോട്ട്? ഇവിടുത്തെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ സുറിയാനോ. സുറിയാനോ? പൂർ സുറിയാനോ. പൂർ സുറിയാനോ. പൂർ സുറിയാനോ. പൊന്നു നായിന്റെ മോനെ ഞങ്ങള് പോവാണ്. ഇടിച്ചക്ക. ഇടിച്ചക്ക ഇവിടെ പിന്നെ കളമൻസി എന്ന് പറയും. കളമാൻസി വീട്ടിലുണ്ടായിരുന്ന ഇഷ്ടം പോലെ ഞാൻ മുറിച്ചു വന്ന ഇടിച്ചക്ക. ഫിലിപ്പീൻസിൽ ഇടിച്ചക്ക. ഇതെന്താ ഇവിടെ കൃഷി? മുളകാണല്ലോ. മുളക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ കൃഷി. ഇവർക്ക് എന്താ ഒരു ഇത് ലക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ പിന്നെ അതിനകത്ത് തിരിഞ്ഞു നോക്കണ്ട. ഫ്രൈ സൈക്കിള്, ഡ്രാഗൺ ഫ്രൂട്ട്. ഓരോ ഇവിടുത്തെ വീടുകളൊക്കെ നോക്കി ആണ്. ഗുഡ് മോർണിംഗ്. ഇതാ ഫുള്ള് വഴുതനങ്ങ കൃഷിയല്ലേ? ഇതും ഇന്തോനേഷ്യക്ക് ഏകദേശം ഒരേപോലെ തന്നെ കേട്ടോ അല്ലേ? ആ കാണാന് അതേ. ഇതൊരു ജംഗ്ഷനാണ്. നമ്മൾ വന്നപ്പോൾ ഇവിടുന്ന് ഇനി ഇങ്ങനെ അതെ നല്ല ഭംഗിയല്ലേ കാണാൻ അല്ലേ? ഇവിടെ കണ്ട കൊന്നുകളഞ്ഞ അങ്ങ് തോണ്ടി വഴിയിലിടും. നാട്ടില് റെസ്ക്യൂവിനെ വിളിച്ചോളാം, അവര് വരും. ഇവിടെ കൊന്നിട്ട് എന്താ പറയാ, പിള്ളേര് കുറെ നേരം ഇരുന്ന് കളിക്കും.
മാമനെയും കൊണ്ടോ? ആ മൂക്കമ്മാമനൊക്കെ പിടിച്ചിട്ട് കുറെ നേരം കളിക്കും, എന്നിട്ടൊക്കെ തന്നെ കുഴിച്ചു. എന്നിട്ട് അവര് റോട്ടിൽ തന്നെ ഇട്ട് പോകും. ഒരു പ്രാവശ്യം ഞാനേ ആ റോഡ് നന്നാക്കുന്ന സമയത്ത് ഒരു മൂർക്കം പാമ്പു അതിന്റെ പിന്നാലെ കുറെ കുട്ടികളും റോഡ് ക്രോസ് കിടക്കാം. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, why you not leave it, let them to go first. അടിച്ചിട്ട് കലക്കി കുടിച്ചിട്ട് 5 മിനിറ്റ് 46 മണിക്കൂർ കൂടുമ്പോ ഇതിങ്ങനെ കുടിച്ചോണ്ടിരുന്നു. തോടുണ്ടല്ലോ, തേങ്ങ കാണാൻ. അല്ല അതിന്റെ അത് അത്ര കട്ടിയാണ് അത് തോട്. തണുപ്പിന് വേണ്ടിട്ട് എത്രയുണ്ടായത് ഇവിടെ മരത്തിന്റെ മുകളില്. ക്രിസ്മസിന് അമ്മച്ചിക്ക് കൊണ്ടുവന്ന പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അതെ, ഇൻഹരിയറിലെ പോലത്തെ ഒരു വലിയ ഭണ്ഡാര പെട്ടി. ഇത് അംശത്തിൻ്റെ വൈഫിൻ്റെ ഫാദർ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി. അത് ഒരു കിടിലൻ പെട്ടി. നോക്കിയേ എന്ത് സൈസാന്ന് നോക്കി. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നോക്കി, ലോക്ക് കാര്യങ്ങൾ കണ്ടാ. കിടിലൻ പെട്ടിയില്ലേ, ആൻറ്റിക്ക. ഫോട്ടോസ് കാര്യങ്ങൾ. ഇതാണ് മോള്. ചേച്ചി കല്യാണം കഴിച്ചത് ഒരു ഐറിഷുകാരനെ. നമ്മളന്ന് കണ്ടില്ലേ, ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ കണ്ടില്ലേ. ഒരു പിടി നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ തിരികെ ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. കൂടെ നിന്ന് ഒരുപാട് സെൽഫിയും ഫോട്ടോയും ഒക്കെ എടുത്ത് വളരെ സന്തോഷമായി തിരിച്ച് വീട്ടിലേക്ക് യാത്രയാവുകയാണ്. പോവാൻ വേണ്ടി അംസൊക്കെ ഗേറ്റ് കിടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കയറട്ടെ. ബൈ. ഓക്കെ, ഇനി പോകുമ്പോ ഓക്കെ. Who said you can? everyone can. Okay. അവിടെ One person, Rahul. അയൽവാസിനോട് പോവാണെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി. എന്റെ അഭിപ്രായത്തില് ആ പുള്ളിനെ ഇവിടെ ഇരുത്തുന്ന, സെന്ററിൽ ഇവിടെ ഇരുത്തുന്നല്ലേ. ആരെ? അല്ല, ഇനി മാറ്റണ്ട. ഇനി അടിന്റെ പൂരാവ് കേറി. ഫസ്റ്റ് കേറി എങ്ങനെയാണോ അതിൽ ഇരുന്നോട്ടെ. നിന്റെ അടുത്ത് കവറില്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല, അത്രല്ലേ ഉള്ളൂ. Where are we going? We going to home. We going to Shanghai in the moon. Yes. Hooray! Daddy, where are we going? We going home. You want to go home, huh? See your hair? അങ്ങനെ വൺ ഡേ ടൂർ അവസാനിച്ച് നമ്മൾ യാത്രയാകുകയാണ് ഗൈസ്. ഹംസക്കൻ്റെ വീട്ടിൽ നിന്ന് മലാസുക്കി വരെ ഞങ്ങളെ കൊണ്ട് യാത്രയാക്കാമെന്ന് ഹംസക്ക് പറഞ്ഞു. രാഹുലിനെയും ക്രിസ്റ്റിനെയും കൂട്ടാൻ വേണ്ടി അവരുടെ അച്ഛൻ വരും. ഞങ്ങൾ അവിടുന്ന് ഒരു ബസ് പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടി ഹംസക്കയും വിക്കാനിയും കൂടെ വരികയാണ്. പോകുന്ന വഴിയെ ഒരു സ്ഥലത്ത് ഹംസക്ക് വണ്ടി നിർത്തും. എന്നിട്ട് ഒരു വീട്ടിലേക്ക് കയറിപ്പോയി അവിടെ ആരോടൊക്കെയോ സംസാരിക്കുന്ന കണ്ടു. ആദ്യം എന്താണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹംസക്ക് പറഞ്ഞു, ഇത് വിക്കി ആൻറ്റിയുടെ ചേച്ചിയുടെ വീടാണ്. ഏതായാലും നമ്മൾ ഇവിടം വരെ വന്നില്ലേ, ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. Make it bigger. Make it bigger.
Enough? Yeah, enough. Bigger. Oh, ആയിക്കോട്ടെ My dog is in. ഓക്കെ ഓക്കെ. Wait. Open it. Are we going to Midway? Where are we? Where are we? Where are we? Where are we? So dog, come. Huh? House. That is other house. Your sister house? Yeah. Ah. There, the other house. See? Look, the other house. This one? Ah. ഇതൊക്കെ ആൾക്കാരുണ്ട് വേണ്ട. Go inside. Slowly ah. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് തോന്നിയത്. കാരണം അവിടെ ഒരുപാട് പൊട്ടുന്ന സാധനങ്ങളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. അന്നൂസും റിയാനും ഇത് കൈ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറുന്നുള്ള പേടിയായിരുന്നു എനിക്ക്. പുള്ളിക്കാരനാണ് നിങ്ങൾ മനിലയിൽ പറഞ്ഞത്? അല്ല, അത് വേറെ. ആതിഥ്യ മര്യാദയൊക്കെ നമ്മുടെ നാട്ടിലെ പോലൊക്കെ തന്നെ. കയറി ചെന്നതും ഞങ്ങൾ കുടിക്കാൻ സോഫ്റ്റ് ഡ്രിങ്ക്സും ബിസ്ക്കറ്റും പലഹാരങ്ങളും ഒക്കെ വിൽക്കാൻ്റെ ചേച്ചി അവിടെ തയ്യാറാക്കുകയായിരുന്നു. അന്നൂസിനും റിയാനും അടങ്ങാത്ത ദാഹവും അതുവഴി ചാടി ഓടി നടക്കലും ഇതൊക്കെ തന്നെ അവരുടെ പരിപാടി. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത പോലെ അവർ രണ്ടുപേരും ഒരുപോലെ ഓടിച്ചാടി നടക്കുക. Only cover? Where is the candy? Daddy have no candy? Huh? Where is candy? Only cover. We will come here and get dinner here. We can bring we can
ഓക്കെ എന്നാ കേറിക്കോ കേറി. എടാ ഇതിലെ കേറാം. ആ നെക്സ്റ്റ് ടൈം ബൈ പോവാ. ഇതാ ബൈ ബൈ. ഓക്കെ ഓക്കെ ബൈ ബൈ. നോക്കണേ രാവിലെ ബൈ. ഈ ഒരു യാത്ര ഇവിടെ പൂർത്തിയാവുകയാണ്. തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ എത്രത്തോളം നന്നായിട്ടുണ്ടെന്നോ ഇതിൻ്റെ യഥാർത്ഥ രീതിയിലാണോ ഞാൻ എടുത്തതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. താങ്ക് യു. ബൈ.